മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. ആശ ഉറങ്ങിയോണ്ടാ. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പൊ ആശുക്കുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എന്നിട്ടിപ്പോ അവന് വിശക്കണൂന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ വിശക്കണിന് എന്താ വേണ്ടേ ചോദിച്ചപ്പോ ആളിന്ന് ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞു, പരിപ്പുവട. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ മുതൽ പറഞ്ഞു കേട്ടോ, ഞാൻ പരിപ്പൊക്കെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പരിപ്പുവട ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിന്നൊന്ന് പരിപ്പുവട ഉണ്ടാക്കി നോക്കാം അല്ലേ. ഞാൻ രാവിലെ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കുതിർത്തിട്ട്. പിന്നെ നമുക്കിന്ന് ഞാൻ ഒരു 1.5 സവാള എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1 സവാളയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല കാരണം ആശുപത്രി ഈസി ആയിട്ട് കഴിക്കാൻ. 2 ഇല്ലല്ലോ, ഇത് 1 സവാള, ഇത് 1/2 അല്ലേ ഉള്ളൂ. അപ്പോൾ 1.5 അല്ലേ, അപ്പോൾ 1.5. ഓക്കെ. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിന് ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം. അപ്പം ജസ്റ്റ് നമ്മുടെ ഈ കുതിർത്ത് വെച്ച പരിപ്പ് നമുക്കൊന്ന് എന്താ പറയുക, അത്ര അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്റ്റ് എടുക്കാം കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ കാറ്. ഞാൻ ഇപ്പോഴും ഈ കാർ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് മസ്കിലെ സാറ്റ്. ഈ പെണ്ണ് ഒന്നും അറിയില്ല. ഇതിൻ്റെ പേരാണ് ഗൈസ് ലൈറ്റ് ഹാക്ക്. ഇതിൻ്റെ പേരാണ് ലൈറ്റ് ഹാക്ക്. എനിക്ക് ഈ കാർ ഇഷ്ടമാണ്. പിന്നെ ഇത് സൂപ്പർ വിങ്സിൻ്റെ കാറാണ്, ട്രാൻസ്ഫോം ആവാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. നോക്ക്, സൂപ്പർ ട്രാൻസ്ഫോമർ ആയില്ലേ. അപ്പോൾ നടക്കണം പറ്റും. നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഞാനേ നമ്മളുടെ പരിപ്പ് അരച്ചു കിട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം കൂടിപ്പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തിരി നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞു വെച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി തോന്നുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ അരിഞ്ഞാണ്, ചില കഷ്ണങ്ങളൊക്കെ നമ്മളിതിലേക്ക് ചെറുതായിട്ട് ഇഞ്ചി, കുറച്ച് കരിവേപ്പില, ഞാൻ പച്ചമുളക് ഇടുന്നില്ല, പക്ഷെ ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പൊട്ട് കുറച്ച് മുളക് പൊടി ഇടാം. നന്നായിട്ട് പരിപ്പൊടി ഉണ്ടാക്കാൻ അറിയുന്നവർ ഇത് കണ്ടാൽ ചിരിക്കും, എന്നെ കൊല്ലരുത്. നമുക്ക് അത്ര നന്നായിട്ട് പരിപ്പോട ഉഴുന്നോട ഐറ്റംസ് ഒന്നും അത്ര നന്നായിട്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ആദ്യം നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കാം. മുളക് കൈത്തൊട്ട നന്നായിട്ട് എരിയണൊരു പ്രശ്നമുണ്ട്, എന്തായാലും കൈ ഇടാണ്ട് പറ്റത്തില്ല. ഓക്കെ, കയ്യിലാക്കണ്ട കേട്ടോ, മുളകുണ്ടാവും. അപ്പോൾ ആശുക്കുട്ടനാണ് ഇനി ഇളക്കാൻ പോകണം, എന്തായാലും ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കാണാം. ഈ ഒരു കാര്യം മറന്നു, ഉപ്പിട്ടില്ല. ഹോളിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞാനേ നമ്മളുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഉപ്പും കുറച്ച് കായപ്പൊടിയും ചേർത്തപ്പോൾ ഞാൻ ഇത് അരച്ചപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ട്, അപ്പോൾ ഞാനത് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് കേട്ടോ, ആ വെള്ളം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. കാരണം ഞാൻ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ചു, പരിപ്പ് അത്ര ഇടണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇനി ഇട്ട് നോക്കാം. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉറപ്പില്ല എന്താവുമെന്ന്. ഷേപ്പൊക്കെ ആക്കി അപ്പോൾ ഞാനേ പരിപ്പോട ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ ഓയിൽ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഞാനതിപ്പോൾ ഒഴിച്ചേക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ അധികം നമുക്കെടുത്ത് ഉപയോഗിക്കാനുള്ള ഇതില്ല. ഇങ്ങനെയൊക്കെ വറുക്കാനൊക്കെ ഓയിൽ തന്നെ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ പരിപ്പോട ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് തീ കുറയ്ക്കാം. ഷേപ്പൊക്കെ അതുപോലെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല,
ചെയ്ത് നോക്കാം. ഞാൻ 2 പരിപ്പോടൊന്ന് മറിച്ചിട്ട് നോക്കിട്ടോ, കുഴപ്പമില്ല. സ്ഥിരം ചെയ്യണവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പണിയായിരിക്കില്ലേ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യണോണ്ടേ. മോമോസൊക്കെ എനിക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ, മോമോസൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. പറഞ്ഞ ഹരിയേട്ടൻ പറഞ്ഞത് എൻ്റെ അടുത്ത് സുഖിയൻ ഉണ്ടാക്കി കൊടുക്കാനാട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് സുഖിയൻ എനിക്ക് വലിയ കുഴപ്പമില്ല. ആശുപത്രിയിലാണ് പരിപ്പോട വേണമെന്ന് പറഞ്ഞത്. അത് എന്താ അറിഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം അവനങ്ങനെ പരിപ്പോട ഉഴുന്നോടാന്നൊന്നും പറഞ്ഞാൽ തരം തിരിച്ചൊന്നും ആൾക്കറിയില്ല. പക്ഷെ ഇതെന്തോ ഏതെങ്കിലും റീൽസിലോ വ്ളോഗിലോ ഒക്കെ കണ്ടു കാണാം, അതായിരിക്കും അങ്ങനെ പറയണം. അപ്പം എന്തായാലും നമ്മളുടെ പരിപ്പോട ഇതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളെങ്ങനെ വേവാന്ന് കുറച്ച് നേരം ചെറിയ തീയിലിടുമ്പോൾ ഉള്ളു വേവ് കിട്ടും. അപ്പോൾ അതെ എൻ്റെ ഒരു സെറ്റ് ഞാൻ എടുത്തേ. കാണാനൊന്നും വലിയ കുഴപ്പമില്ല അല്ലേ, അത്ര കരിഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് ആ ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മളുടെ അടുത്ത ഒരു 3 എണ്ണം കൂടി ഇട്ടിട്ടുണ്ടേ. 3 എണ്ണം ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. സാധാരണ മഴയുള്ളപ്പോഴാണ് പരിപ്പുവടയും കട്ടൻ ചായയും കഴിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ UAയുടെ ചൂടിൽ നല്ല ചൂട് പലഹാരം. പക്ഷെ എന്താ അറിയോ, ഇവിടെ എത്ര ചൂടാണെങ്കിലും നമ്മൾ മലയാളികൾ നല്ല ചൂട് ചായയാണ് ഇവിടെ കുടിക്കുക. അപ്പോൾ അടുത്ത സെറ്റും കൂടി ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പരിപ്പുവട എല്ലാം റെഡി ആയിട്ടോ. എനിക്ക് ഒരു 9 പരിപ്പുവട കിട്ടിയേ, അത്രയും പരിപ്പ് വെച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് പോയിട്ട് ഫ്രഷ് ആവണം, അത് കഴിയുമ്പോഴേക്കും ഹരിയേട്ടനെത്തും. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. വെറുതെ സൂപ്പർ ടയ്യക്കൂര ഒന്ന് പറയാൻ സമ്മതിക്കുമോ? സൊപ്പ് അണ്ണമ്പാടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി എന്നവിടെ ആടുമ്പോൾ കൊണ്ടും മിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അതെ കാക്കറൂമേക്ക് നോക്കി ഇല്ലുമിനാട്ടി. അപ്പതേ ഹരിയേട്ടൻ വന്നു, നമ്മളുടെ പരിപ്പോടൊക്കെ കൊടുത്തു കേട്ടോ. ചായ പരിപ്പുവട ഇപ്പോഴത്തെ നാട്ടിലത്തെ ക്ലൈമറ്റിന് പറ്റിയ കോമ്പിനേഷനാണ് ചായയും പരിപ്പുവടയും. പക്കോട ഇവിടുത്തെ ക്ലൈമറ്റിന് ആകെ പറ്റുന്ന ഒരേത് അല്ല വല്ല കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, അങ്ങനത്തെ ഉള്ള കൂൾ ഐറ്റംസ് ആണ് ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റുള്ളൂ. എങ്ങനെയുണ്ട് പരിപ്പുവട? അടിപൊളി. പെണ്ണുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവസാനത്തെ അടിപൊളിയെന്ന് എനിക്ക് പണ്ടേ അറിയാം. പക്ഷെ